നോമ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് അടിപൊളി മട്ടൻ കറി റൊട്ടി ദോശയ്ക്ക് പത്തിരിക്ക് എല്ലാത്തിലേക്കും പറ്റുന്നൊരു അടിപൊളി മട്ടൻ കറിയുടെ ഈ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കൽ, ഗ്രാമ്പ്, പട്ട, ഏലക്ക, തക്കോലം, കറാമ്പൂ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മൂത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സവാള, ചെറുള്ളി ഉണ്ട് കേട്ടോ. ചെറുള്ളിയിലാണ് അധികം നല്ല ടേസ്റ്റ്. ചെറുള്ളി ഉണ്ടാക്കുമ്പോൾ ഒരു 10-25 ചെറുള്ളി, 2 സവാള, ചെറിയ സവാള ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. അത് നന്നായി വാടി വന്ന് നമ്മൾ കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കുക, ഒന്ന് വാടാൻ വേണ്ടിയിട്ട്. വിസിലടിച്ചാലും കുഴപ്പമില്ല, ഒന്ന് മൂടി വെച്ചാലും മതി. ഏകദേശം മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയ മട്ടന് അത് കണ്ടില്ല, മട്ടനാണത് കണ്ട. അതിന് ശേഷം 2-3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലുള്ള ഇതൊക്കെ ഒരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ഒറ്റ ക്യാപ്സിക്കം ചെറുത് അത് മുറിച്ചാൽ ഈ ക്യാപ്സിക്കം നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൊടി 2.5 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/4 സ്പൂണ്, പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. വാട്ടിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി, 3-5-6 അണ്ടിപ്പരിപ്പ്, 2 തക്കാളി ഇതൊക്കെ നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതൊക്കെ അരച്ചെടുക്കുക നല്ല ടേസ്റ്റ് കൂടാനാണ്. നല്ല അതിങ്ങനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടിപൊളി ഇട്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നോമ്പർക്കും അടിപൊളി കറിയായിട്ടാണ്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി കുക്കർ മൂടിയൊക്കെ 3-4 ഫിസലടിച്ച ശേഷം നമുക്ക് ഓഫാക്കി നോക്കുക, വെന്തിക്കണം നോക്കുമ്പോൾ വെന്തിരില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അത് വീണ്ടും വേവിക്കാൻ നോക്കുക. അങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കറി. എന്തൊരു മണയെന്ന് പറയുന്നത്, നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റിൽ വെന്ത് ചെയ്തിട്ടാണ്. ഈ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി.